ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവവചനം ശ്രവിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മാതാപിതാക്കളെ, പുതിയൊരു ദിവസം ദൈവം നമ്മൾക്ക് തന്നതിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 119 സങ്കീർത്തനം 26 തിരുവചനം. എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അങ്ങ് എനിക്ക് ഉത്തരമരുളി. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. നമ്മുടെ അവസ്ഥ എന്താണെന്ന് പിതാവായ ദൈവത്തോട് വിവരിക്കാൻ നമ്മൾ മടി കാണിക്കേണ്ട കാര്യമില്ല. എൻ്റെ അവസ്ഥ എല്ലാം ദൈവത്തിന് അറിയാമെന്ന് പറഞ്ഞ് മാറിപ്പോകുന്നതിന് പകരം പിതാവായ ദൈവത്തിൻ്റെ അടുക്കൽ സ്വസ്ഥമായി ഇരുന്നു കൊണ്ട് നമ്മുടെ അവസ്ഥ എന്താണെന്ന്, ഏത് സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് തുറന്ന പിതാവിനോട് പറയുകയും നമ്മൾ മനസ്സിൽ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ആ ദൈവത്തിൻ്റെ അടുക്കൽ ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ ദൈവം അതിന് ഉത്തരമരുളും. നമ്മൾ ഈശോയുടെ മുന്നിൽ നിൽക്കുന്ന കുഷ്ഠരോഗി ഈശോയോട് ചോദിക്കുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങേക്ക് മനസ്സാണെങ്കിൽ എന്നെ സൗഖ്യപ്പെടുത്തുവാൻ സാധിക്കും. അതേപോലെ നമുക്ക് നമ്മുടെ പിതാവായ ദൈവത്തിനോട് പറയാം, കർത്താവേ, എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, മക്കളുടെ അവസ്ഥ ഇങ്ങനെയാണ്, എൻ്റെ സാമ്പത്തിക സാഹചര്യം ഇങ്ങനെയാണ്, എൻ്റെ ബിസിനസ് ഇങ്ങനെയാണ്. ഇതെല്ലാം പറഞ്ഞ് കർത്താവുമായിട്ട് നമ്മൾ ചേർന്നിരിക്കുമ്പോൾ കർത്താവ് അതിന് ഉത്തരം തരികയും ദൈവത്തിൻ്റെ ചട്ടങ്ങൾ എന്താണ് എന്ന് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സഹായത്താൽ ഈ തിരുവചനം നിങ്ങൾക്കൊരനുഗ്രഹമായി മാറട്ടെ. ദൈവത്തോടു കൂടെ കൂടുതൽ സമയം ചെലവഴിക്കാനും നമ്മുടെ ഓരോ അവസ്ഥകളും കർത്താവിൻ്റെ മുന്നിൽ ശാന്തമായിരുന്ന് വിവരിക്കുവാനും നമുക്ക് കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അതിനെല്ലാം ഉത്തരം തന്ന് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടും. ഈശോയുടെ സമാധാനം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.